നമസ്കാരം. നമസ്കാരം. ഇപ്പം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന മറ്റൊരു പൊസിഷനാണ് ആരായിരിക്കും അടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ളതിൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പടിയിറങ്ങുമ്പോൾ വലിയ വിവാദപരമായ വിഷയങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പടിയിറക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം വരെ പോകുന്നു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്നു. സതീശനടക്കമുള്ള പല നേതാക്കന്മാരും മുമ്പോട്ട് വരുന്നത് നമ്മൾ കണ്ടു. അതുകൂടാതെ പിന്നീട് ജനീഷ് എന്ന് പറഞ്ഞൊരു നേതാവിനെ കൊണ്ടുവരുന്നത് മാത്രമല്ല, അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച ഉടനെ അതേ വർഷത്തിൽ തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. യുവജന കായിക വകുപ്പ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും സീറ്റ് യൂത്ത് കോൺഗ്രസ് അന്ന് വലിയ വിവാദമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവാകുമ്പോൾ കള്ളത്തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നുള്ളതും അതിനെതിരെ പരാതി പോലീസിൽ കൊടുത്തതും പിന്നീട് കള്ള ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പാടെ ഒരുമിച്ച് കളിച്ചിട്ടാണ് അങ്ങനെ ജയിച്ചത് എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ നടന്നായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനി ആരായിരിക്കും അടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ്? ഇന്ന ആളായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ധാരാളം പേരുടെ പേരുകളുണ്ട്. ഇതിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ദാനം കിട്ടിയ വളർച്ചയാണ്. ദാനം കൊടുത്തതാരെന്നറിയാം? പിണറായി വിജയൻ. ഏറ്റവും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ സമരങ്ങളിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സംഭവമായിട്ട് മാറിയത് നമ്മുടെ ആലപ്പുഴയിലും കണ്ണൂരും ഉണ്ടായ ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അത് കേരളത്തിൻ്റെ മനസാക്ഷിയെ, ഇടതുപക്ഷത്ത് പോലും ചിന്തിക്കുന്നവരുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയൊരു സംഭവമായിരുന്നു. അതിൻ്റെ തണലിൽ അതാണ് ആലപ്പുഴ MLA TD തോമസ് MLA ഉണ്ടാകാനും ജനീഷുമൊക്കെ ജയിക്കാനുള്ള കാരണം ഇങ്ങോട്ടുള്ള മർദ്ദനമാണ്. പിന്നെ അതിൻ്റെ മറുവശം വെറുതെ തമാശനൊന്ന് ആലോചിച്ച് നോക്കി. യൂത്ത് കോൺഗ്രസിന് അങ്ങനെ സമരം ചെയ്യാൻ മാത്രമുള്ള വിപുലമായ സംഘടനാ ശക്തിയൊന്നുമില്ല. എന്നിട്ടും യൂത്ത് കോൺഗ്രസിന് ക്രെഡിബിലിറ്റി ഉണ്ടായി വന്നത് ആവശ്യത്തിൽ കൂടുതൽ ശക്തി ഉണ്ട് എന്നുള്ള ധാരണയിൽ ആവശ്യത്തിലുള്ള പോലീസിനെയും CPM ഗുണ്ടകളും ചേർന്ന് യൂത്ത് കോൺഗ്രസിനെ നേരിടാൻ തുടങ്ങിയപ്പം ഇവർക്ക് അനുകൂലമായൊരു സഹതാപ തരംഗം പല ഭാഗത്തുണ്ടായി. ഇപ്പോൾ ഷാഫി പറമ്പലിനെതിരായി കാഫിർ പ്രയോഗവും വന്ന് കൃത്രിമമായ വീഡിയോ അവിടെ ഇറക്കി എന്നറിഞ്ഞപ്പം ഷാഫിക്ക് അനുകൂലമായി ഗ്രാവിറ്റേറ്റ് ചെയ്ത അതാണ് ഷാഫിയാക്കിയത്. പിന്നെ ഷാഫിക്ക് അന്ന് പിൻബലമായിട്ട് രാഹുൽ മാങ്കൂട്ടം എങ്ങനെയൊക്കെ പ്രസിഡൻ്റായി എന്ന് പറഞ്ഞാലും എതിർ ശക്തികളോട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരോട് നേരെ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. അപ്പോൾ മാങ്കൂട്ടം പക്ഷേ ആ കഴിവ് പകുതി കളഞ്ഞു. അതെന്തുകൊണ്ടാണ് സതീശൻ അങ്ങനെ തീരുമാനം എടുത്തതെന്ന് സതീശനറിയാം, മാങ്കൂട്ടത്തിനറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് മറ്റു ചിലർക്കും അറിയാം. അല്ലെങ്കിൽ അത്രയും തീരുമാനം പാർട്ടിയുടെ എല്ലാ നേതാക്കളും ആദ്യം രാഹുലിനെ പുറത്താക്കാൻ അനുകൂലിക്കുകയത്. എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയത്തില്ല. അത് അവരാരെങ്കിലും പുറത്ത് പറയേണ്ട ആവശ്യമില്ല, നമ്മളോടും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനത്തെയാണ് സാഹചര്യത്തിലാണ് ഇന്ന് ജനീഷിൻ്റെ സ്ഥാനത്ത് മന്ത്രിയായിട്ടിരിക്കേണ്ട മാങ്കൂട്ടം മാങ്കൂട്ടത്തിൻ്റെ മന്ത്രിസ്ഥാനമാണ് ജനീഷിന് കിട്ടിയിരിക്കുന്നത്. അതുകൂടെ ജനീഷിൻ്റെ ഓർമ്മയിൽ ഉണ്ടാകണം. കയ്യബദ്ധങ്ങൾ പറ്റരുത്. ഇതെല്ലാം പലർക്കും കയ്യബദ്ധം പറ്റുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പദവി ഞാനൊന്ന് ആലോചിക്കുമ്പോൾ എനിക്കുള്ളത് ഒരു ഭാഗ്യ കസാരയാണ്. കാരണം നമ്മൾ ഇത്ര നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് നേതാവ് സ്ഥലത്തോട്ട് വരുന്നു, പെട്ടെന്ന് MLA ആവുന്നു. ജനീഷ് യൂത്ത് കോൺഗ്രസിലോട്ട് വരുന്നു, പെട്ടെന്ന് MLA ആവുന്നു, മന്ത്രിയാവുന്നു. യൂത്ത് കോൺഗ്രസിന് ആ സീറ്റിന് പ്രത്യേക ശ്രേഷ്ഠത എന്തെങ്കിലും ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? അല്ല, അത് KS-ൻ്റെ ഇപ്പം രമേശ് ചെന്നിത്തല എത്ര ചെറുപ്പത്തിൽ മന്ത്രിയായി. യൂത്ത് കോൺഗ്രസ് KS പ്രവർത്തനത്തിൽ കൂടെ വന്നയാളെ രമേശ് ചെന്നിത്തല. അപ്പോൾ ഇത് കോൺഗ്രസിൽ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഉമ്മൻചാണ്ടി KS-ൻ്റെ ആ ഇതിൽ തന്നെയാണ് വരുന്നത്. അല്ലാണ്ട് കോൺഗ്രസ്സുകാരെന്നുള്ള പ്രവർത്തനത്തിലല്ല ഉമ്മൻചാണ്ടി വരുന്നത്. KSU നേതാവ് എന്നുള്ളതിലാണ് ഉമ്മൻചാണ്ടിക്ക് അംഗീകാരം കിട്ടുന്നത്. സുധീരനും അങ്ങനെ തന്നെ അംഗീകാരം കിട്ടുന്നത്. അത് CPM-ലും അങ്ങനെ വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു വലിയ നേതാവായിട്ട് അവരൊരിക്കലും ഇങ്ങനെ വരുന്നവരെ അക്സെപ്റ്റ് ചെയ്യില്ല. CPM-നുണ്ടത്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറയുന്ന ആളെ MLA മന്ത്രിയാകാനും കൂടെ പറ്റുന്നവരത്തിനായിരിക്കണം എന്നൊരു കാഴ്ചപ്പാടി പോകാമെന്ന് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മറ്റൊരു ഇത് പറയുന്നത് ധർമ്മടത്ത് പിണറായി വിജയനെ തോൽപ്പിച്ച റഷീദിനെ കൊണ്ടുവന്ന് നിർത്തണം എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും അപ്രതീക്ഷിതമായി കോൺഗ്രസ് ഫൈറ്റ് ചെയ്ത സ്ഥലം, ജയിച്ച സ്ഥലം നമുക്ക് പറയാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്ത സ്ഥലം ആദ്യത്തെ 6 റൗണ്ട് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാർത്തകളെ കേട്ടുകൊണ്ടിരുന്നവരെ മുൾമുലയിൽ നിർത്തിയ സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഈസ് ട്രെയിലിംഗ്, പിണറായി വിജയൻ പിന്നിലാണ്, റഷീദിൻ്റെ പുറകിലാണ് പിണറായി വിജയൻ എന്ന് പറയുകയും ഏറെക്കുറെ ഒപ്പം 6-7 റൗണ്ട് ഒരു ഒപ്പത്തിനൊപ്പം വോട്ട് പിടിച്ച് പോയി മുൻകൈ നേടുകയും ചെയ്തിട്ട് പിന്നെ പുറകോട്ട് പോവാണ് ചെയ്തത്. പിന്നെ പാർട്ടി കോട്ടകളിലേക്ക് വോട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. എന്നാൽ 50,000 വോട്ട് എന്നുള്ളത് 19,000-തോട്ട് ചുരുക്കി. അവിടെ ഈ റഷീദ് പറയുന്നൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ചില സീറ്റുകൾ കോൺഗ്രസ്
ബോധപൂർവം അവഗണിച്ചു. കാരണം ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവിടുത്തെ എനർജി കൂടെ മറ്റേതെങ്കിലും സീറ്റിൽ വിനിയോഗിക്കാം എന്നുള്ള ധാരണയിലാണ് അവിടെ. പക്ഷേ അവിടെ വളരെ പെട്ടെന്ന് കുഞ്ഞികൃഷ്ണൻ വഴിയും ടി കെ ഗോവിന്ദൻ വഴിയും കണ്ണൂർ അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പം ഈ പയ്യൻ റഷീദ് എന്ന് പറഞ്ഞ പയ്യന് പ്രൊട്ടക്ഷൻ ആവശ്യത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുകയും 1-2 നേതാക്കന്മാർ അവിടെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ വീഴുമായിരുന്നു എന്നുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ പോലും അവസാനം ക്യാൻസൽ ചെയ്തു മീറ്റിംഗ്. അതെ, അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ഷാഫിനെ വിളിച്ചു, ഷാഫി വന്നില്ല. KC വേണുഗോപാലിനെ വിളിച്ചു, അദ്ദേഹം വന്നില്ല. VD സതീശനെ വിളിച്ചു. ഒരു നേതാക്കന്മാരും ഞാൻ വിളിച്ചിട്ട് വന്നില്ല. ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞു ഇവിടെ നമുക്ക് ജയിക്കാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ട്. അവരൊക്കെ വിചാരിച്ചത് ഞാൻ കളി പറയാണ്, തമാശ പറയാണെന്നുള്ള രീതിയിലാണ് എടുത്തതെന്നുള്ളത് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ഈ സാധനം പറയുന്നു. ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞു ആരെങ്കിലുമൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ജയിക്കുമായിരുന്നു എന്ന തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞായിരുന്നു. അല്ല, ഈ രീതി ട്രെൻഡ് ഇതായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. പിന്നെ അവർ കള്ളത്തരം കാണിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതിന് സമാനമായ അനുഭവം പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. ചേലക്കര രമ്യ ഹരിദാസ് ബൈ ഇലക്ഷൻ തോറ്റതിനെപ്പറ്റി ഇവരെല്ലാം കാര്യമായിട്ട് പറയുന്നുണ്ട്, ഭൂരിപക്ഷം കുറച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ തൊട്ടവിടെ ഇപ്പുറത്ത് പല പ്രാവശ്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും പോകും, അവരുടെ തന്നെ പ്രചരണമുണ്ട്. പോകുന്ന സമയത്ത് 1-2 ദിവസം 1-2 മീറ്റിംഗ് എങ്കിലും ചേലക്കര നടത്താനായിട്ട് അവരുടെ ഒരു സന്ദർശനം ഉണ്ടായിരുന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ രമ്യ ഹരിദാസ് ജയിക്കുകയായിരുന്നു. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു എന്നുള്ള പേരും കോൺഗ്രസിനുണ്ടാകുമായിരുന്നു. പക്ഷെ അതുപോലെ ഇത് അവിടെ എന്നാണ് ആരെല്ലാം എന്നാ തലകുത്തി പറഞ്ഞാലും പിണറായിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല, അല്ലെ തലശ്ശേരിയിൽ ഷംസീറിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, സനോജിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ആ രീതിയിലുള്ള പ്രചരണത്തിൽ കോൺഗ്രസ്സുകാരെ തന്നെ ഡീമോറലൈസ് ചെയ്തു. VD സതീശൻ കാണിച്ച ഏറ്റവും വലിയ ഗുണം 100 സീറ്റുക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു സ്പിരിറ്റായി. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്മോടവും കൂടെ ആ 100 സീറ്റിൽ പെടുത്തി വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന സന്ദീപ് വാര്യർക്ക് തൃപ്പരിപ്പൂര് ജയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ധർമ്മടത്ത് റഷീദ് ജയിക്കാൻ പറ്റുമായിരുന്നു. പുറത്തുനിന്ന് വന്ന് അവിടെ യാതൊരു കണക്ഷനും ബന്ധവും ഇല്ലാത്ത ഇങ്ങനെ വരുന്നത് പാർട്ടി കോൺഗ്രസ് അണികളുമായിട്ട് ബന്ധമില്ല, പുതുതായിട്ട് വന്ന ആളല്ലേ പാർട്ടിയിലേക്ക്, എന്നിട്ട് തൃക്കരിപ്പൂര് ജയിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ ആ വിജയം ഉറപ്പായിട്ടും ധർമ്മടത്തും ചിലപ്പോൾ കിട്ടിയേനെ. ആ ചാൻസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാ തരത്തിലും ഇപ്പോൾ അർഹനായിട്ടുള്ളത് റഷീദാണ്. അത് സമുദായം നോക്കണ്ട, മുസ്ലിമായിട്ടല്ല, കോൺഗ്രസ്സുകാരനായ യൂത്ത് കോൺഗ്രസ്സിനായ റഷീദിനെ പ്രസിഡൻ്റാക്കാനായിട്ട് ശ്രമിക്കുക, വലിയ തർക്കങ്ങൾ കൂടാതെ. അത് മാത്രമല്ല, ബിനു ചുള്ളിയിൽ എന്ന് പറഞ്ഞൊരു നേതാവിൻ്റെ പേര് കൂടിയും കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ എന്നുള്ള രീതിയിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പറയുന്നത്. ബിനു ചുള്ളിയിൽ പത്തനംതിട്ട ഒരു ഇന്ത്യ യൂണിയനുണ്ട്, ഇവിടെ പേരുകൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. പക്ഷേ റഷീദിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ റഷീദ് പിണറായി വിജയനെ വിറപ്പിച്ച റഷീദ് അങ്ങനെ എടുക്കണം. ഒരാളുടെ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ഇപ്പം ആരെല്ലാം പറയുമ്പോഴും CR മഹേഷ് ഇത്ര മന്ത്രിയാകേണ്ടവനായിരുന്നു. CR മഹേഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യുവൻസി പോയി ജയിക്കുന്ന ആളാണ്. ഇടതുപക്ഷത്തിന് പശ്ചാത്തലമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളുള്ളിടത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം റഷീദ് ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം പോയാലും പിണറായി വിജയൻ മത്സരിക്കാൻ പ്രായം എത്രയും ഉണ്ടോയെന്ന് അറിയില്ല, ഇനി മത്സരിക്കാൻ കാണുമെന്നറിയില്ല. ഉണ്ടെങ്കിൽ ധർമ്മടം സീറ്റ് റഷീദ് കോൺഗ്രസിന് വേണ്ടി പിടിച്ചിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വട്ടം കൂടെ ചാൻസ് ഉണ്ടായി ഉറപ്പായിട്ടും ധർമ്മടം സീറ്റ് പിടിച്ചിരിക്കും. അതിൽ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എടുത്തു പറയുന്ന കുറേ സീറ്റുകളുണ്ട് അത്തരം. ആ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ജയിച്ചില്ലേ? അതെ, കൊടുങ്ങല്ലൂരൊന്നും ഒരിക്കലും വിജയിക്കുന്ന കൊടുങ്ങല്ലൂർക്ക് എഴുതി കൊടുത്ത സീറ്റാണ്. CPI ജയിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്ത സീറ്റ് ജയിക്കുകയാണ്. അതുപോലെ സ്പിരിറ്റ് കണ്ണൂരായോണ്ടാണ് ഉണ്ടാകത്തെ. കണ്ണൂർ ആ സ്പിരിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഉണ്ടായേനെ. അത് സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി എന്ന് പറയേണ്ടി വരും.